രാത്രിയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ നൽകി തന്ന നല്ല സമയത്തിനായ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസിൽ നിന്ന് കേൾക്കുവാനും അല്പമായി വിടുതലുണ്ടെന്ന് അറിയുവാനും ഇടയായ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി നമ്മളോട് പ്രസ്താവിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിലെ സമാധാനവും നമ്മുടെ സന്തോഷവും. ഈ ലോകത്തിൽ ഉള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയായിരുന്നു, ഇതുവരെയും I have been here more than 50 years. ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്തതായ this country is on an edge എന്ന് പറയത്തക്കവണ്ണം പലവിധമായ കാര്യങ്ങൾ കൊഴിഞ്ഞു കിടക്കുന്ന ഒരു സന്ദർഭമാണ് ഇത്. ഇന്ന് രാത്രി ആളുകൾ ഉറങ്ങിക്കിടന്നിട്ട് നാളെ so many people going to be disappointed tomorrow. So many people will be happy tomorrow. എന്നാൽ ഇതിൻ്റെയൊക്കെയും മധ്യേ ദൈവത്തിന്റെ കരങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് നമ്മുടെ ധൈര്യം, അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ ജീവിതത്തിലെ സകലതും ദൈവത്തിന്റെ കരങ്ങൾ നാം ഭരമേൽപ്പിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ കൂടെ നിന്ന് നമ്മളെ നടത്തുമെന്നുള്ളതായ ആശ്വാസം വിശ്വാസമാണ് നമ്മളെ നടത്തുന്നത്. ഇന്ന് രാത്രിയും ഈ നടക്കുന്നതായ കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല. എന്നാൽ നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചും അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒന്നുണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിച്ചിട്ട് എൻ്റെ വാക്കുകളെ വിരമിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ഒരു വേദഭാഗം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് എടുത്തിരിക്കുന്നത് റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ നിന്നാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കുന്നു. അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ഒരു വിഷയമായി താൻ പ്രസന്റ് ചെയ്യുന്നത്. എന്നാൽ അതിന് സമയമെടുക്കുവാൻ ഇല്ലാത്തത് കൊണ്ട് I will just cover just 2 verses and a few things I will share with you. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവദേശത്തിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. I have spoken many times about the importance of the book of Romans. അതിൻ്റെതായിട്ടുള്ള peculiarities ഒക്കെ ഞാൻ പല പ്രാവശ്യം അത് ഷെയർ ചെയ്തിട്ടുണ്ട്. So I'm not going to go into any of those details. I just want to cover just a few 3 or 4 words. That's all what I want to explain and bring it to your attention, which is very common to all of us. ഈ വേദഭാഗങ്ങൾ നമുക്ക് മനഃപാഠം അറിയുന്നത് അനേക പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള വിഷയങ്ങളുമാകുന്നുവല്ലോ. ആകയാൽ അതിനെക്കുറിച്ച് അധികമായി ഒന്നും സംസാരിക്കേണ്ടത് ആവശ്യമില്ല. Let me read that passage just once in English also. Therefore, having been justified by faith, we have peace with God through our Lord Jesus Christ, through whom also we have access by faith into this grace in which we stand and rejoice in hope of the glory of God. 3-4 പദപ്രയോഗങ്ങൾ ഇതൊന്ന് പറയുവാനായിട്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നത്. സുവിശേഷങ്ങൾ നാം പഠിക്കുമ്പോൾ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പ്രവർത്തനങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നും പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് ഉള്ളതായ കാര്യങ്ങളാണ് ഗോസ്പൽസിൽ നാം പഠിക്കുന്നത്. എന്നാൽ പൗലോസാണ് കൂടുതലായിട്ട് കർത്താവിനെ കുറിച്ചുള്ളതായ അറിവിന്റെ പരിജ്ഞാനത്തിലേക്ക് നമ്മളെ നടത്തുന്നത്. that we are being justified, നമ്മുടെ നീതീകരണവും നമ്മുടെ വിശുദ്ധീകരണവും നമ്മുടെ തേജസ്കരിക്കപ്പെട്ടതായ അവസ്ഥകളും യഥാർത്ഥമായ രീതിയിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ നിന്നാണ്. ഈ ലേഖനത്തിലും അങ്ങനെയുള്ളതായ അനേക വേദഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 3 വേദഭാഗങ്ങൾ നാം പഠിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതുമായ കാര്യങ്ങളാണ്, നമുക്ക് നല്ലവണ്ണം അറിയാവുന്ന കാര്യങ്ങളാണ്. I just want to mention those 3 of them. One is called the justified. നാം എന്ത് ചെയ്യുന്നു? നാം നീതീകരിക്കപ്പെടുന്നു. രണ്ടാമതായിട്ട് we are being sanctified. നാം വിശുദ്ധീകരിക്കപ്പെടുന്നവരാണ്. Then there is a glorified. നാം തേജസ്കരിക്കപ്പെടുന്നു. Justified എന്ന് പറഞ്ഞാൽ we have been saved from sin's penalty and
the sin may not condemn us anymore. We are sanctified, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത് not that we have been, not only we have been saved, we are being saved from the power of sin. പാപത്തിന് ഇനിമേൽ നമ്മുടെ മേൽ അധികാരമില്ലാതെ വണ്ണം we are being saved so that the sin may not reign in our life. പാപത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇനി യാതൊരു സ്ഥാനവുമില്ല. ഇതിനുപരിയായിട്ട് നമുക്ക് ലഭിക്കുന്ന മഹത്തായ ഒരു കാര്യമാണ്, ഇതെല്ലാം കഴിയുമ്പോൾ നാം തേജസ്കരിക്കപ്പെടും. അതെന്താണ്? We will be saved from sin's clutches. പാപത്തിന്റെ എല്ലാ പിടിയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് നാം ഒരു ദിവസം അവനെ പോലെ ആയിത്തീരും. അവനെ കാണുന്നതായ ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ കുറിച്ചുള്ള ചിന്തയാൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയപ്പെടുമ്പോഴാണ് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലുതായി നമുക്ക് ഗണിക്കാത്തത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്നതായ I could say the word privileges, നമുക്കുള്ള അവകാശങ്ങൾ, നമുക്കുള്ളതായ നന്മകൾ, നമുക്ക് നൽകി തരുന്നതായ കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ കൂടി നമ്മളോട് പറയുന്നത്. As the children of God, we have certain privileges. We have many privileges. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, many times we as the believers and the children of God, we often live much less than the privileges that we can be enjoying. ആ പ്രിവിലേജസിന്റെ കീഴെയാണ്, താഴെയാണ്, അത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് നാം പലപ്പോഴും ജീവിക്കുന്നത്. അതിന് ഉദാഹരണമായി പറഞ്ഞാൽ മുടിയനായ പുത്രന്റെ കഥ, അതിന് നമുക്കൊരു സമീപമായിട്ട് നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. മുടിയനായ പുത്രൻ, the prodigal son, left the father's house. അവൻ ഉള്ളതെല്ലാം വിറ്റ് ചെലവാക്കി, പണം ദൂർത്തടിച്ചു, പന്നികളെ വളർത്തുന്നതായി ജോലി, പന്നികളുടെ ഭക്ഷണം കഴിച്ചു. അവന് ബോധമുണ്ടായി, അവൻ തിരിച്ച് വീട്ടിൽ വന്നു. അവന്റെ പ്രിവിലേജസ് അവൻ മുഴുവനും നഷ്ടപ്പെട്ടവനായി, അവന്റെ പിതാവിന്റെ കയ്യിലുണ്ടായിരുന്ന സകലവും നഷ്ടമാക്കി അവൻ പോയി. എന്നാൽ അവൻ വീണ്ടും വന്നു. പിതാവ് വലിയൊരു പാർട്ടി അവന് നടത്തുന്നു, അവനെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ആ പ്രിവിലേജസ് ശരിയായ രീതിയിൽ അനുഭവിക്കാത്ത വേറൊരാൾ ആ ഭവനത്തിലുണ്ട്. അത് മുടിയനായ പുത്രന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. അവന് വളരെ ദേഷ്യം വന്നു. ഈ ഇളയ പുത്രൻ വന്ന് അവന് വേണ്ടി ഒരുക്കുന്ന വിരുന്ന് കണ്ടിട്ട് അവൻ പിതാവിനോട് ചോദിച്ചു, ഞാൻ ഇത്ര കാലം നിന്നെ സേവിച്ചല്ലോ, നീ എനിക്ക് വേണ്ടി ഇതൊരു നല്ലൊരു ആട്ടിൻകുട്ടിയെ അറുത്ത് എനിക്ക് ഒരു പാർട്ടി നടത്തുവാൻ നീ എന്തുകൊണ്ട് സമ്മതിച്ചില്ല? ആ പിതാവിന് പറയുവാനുള്ളത്, മകനെ, ഇതെല്ലാം നിന്റെ അവകാശമായിരുന്നു, നീയാണത് ഉപയോഗശൂന്യമാക്കിയത്, അല്ലെങ്കിൽ ഉപയോഗിക്കുവാൻ കഴിയാതെ വണ്ണമാക്കി തീർത്തത്. ഇതുപോലെയാണ് നമ്മുടെയും ജീവിതം. പലപ്പോഴും ദൈവസന്നിധിയിൽ വിട്ടു പോകുന്ന അവസ്ഥകളുണ്ട്. ദൈവത്തിന്റെ ആ പ്രിവിലേജസ് അനുഭവിക്കാൻ കഴിയാതെ വണ്ണം ദൈവഭവനം വിട്ടു പോയിട്ടുള്ള അവസ്ഥകളുണ്ട്. അതുകൂടാതെ തന്നെ ദൈവത്തിന്റെ ഭവനത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെതായിട്ടുള്ള പൂർണ്ണമായ പ്രിവിലേജസ്, അതിന്റെ അവകാശങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയാതെ വണ്ണം ജീവിക്കുന്ന ഒരു രീതിയും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് ഈ വാക്യങ്ങൾ കൂടെ പറയുന്നത് 3-4 വ്യത്യസ്തമായ കാര്യങ്ങൾ, 3-4 പദപ്രയോഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 4 പ്രിവിലേജസ് നമുക്കുണ്ട്. ഒന്നാമതായിട്ട് ആ 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, Christ has given us peace with God. ദൈവത്തോടുള്ളതായ സാമീപ്യം, സമാധാനം നമുക്ക് കർത്താവ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനം തന്നു. രണ്ടാമതായിട്ട് he has given us, അവൻ മൂലം, രണ്ടാമത്തെ വാക്യത്തിൽ അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം തന്നു. God has given us access to the presence of God. മൂന്നാമതായിട്ട് Christ has also given us the privilege to stand before God. നാം നിൽക്കുന്ന കൃപയിലേക്ക് അവൻ മുഖാന്തരം നമുക്ക് പ്രവേശനം തന്നു എന്നാണ് പൗലോസ് പറയുന്നത്. We are standing. We are not falling on our face. We are not hiding in the presence of God. Through the love of Jesus Christ, we are standing in the presence of God. നാലാമതായിട്ട് in Christ we rejoice in hope of the glory of God. നമുക്ക് ലഭിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ
നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. That is a very, very important concept. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്ക് വാസ്തവത്തിൽ എനിക്ക് നാവില്ല, എനിക്ക് കഴിവില്ല. എന്നാൽ ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ചുള്ള പ്രത്യാശയാൽ നമ്മുടെ ഹൃദയങ്ങൾ പ്രശംസിക്കപ്പെടുന്നുവെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ പ്രത്യാശ നമ്മുടെ പ്രത്യാശയായി മാറും, ആ തേജസ് നമ്മുടെ തേജസ്സായി മാറും, ആ സന്തോഷം നമ്മുടെ റിജോയ്സ് ചെയ്യുന്ന സന്തോഷമായി മാറും. അതുകൊണ്ട് പൗലോസിന് പറയുവാനുള്ളത്, ഈ പ്രത്യാശയിൽ ഞാൻ പ്രശംസിക്കുന്നു. പ്രശംസിക്കുക എന്നുള്ള വാക്ക് അതിന് അർത്ഥവ്യത്യാസങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ ഈ ഗ്രീക്ക് ഭാഷയിൽ ബോസ്റ്റ് എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബോസ്റ്റ് എന്നുള്ള വാക്ക് പ്രശംസിക്കുന്നതിലും റിജോയ്സ് ചെയ്യുക എന്നുള്ളതിലും നമ്മൾ സന്തോഷിക്കുന്നതായ രണ്ട് കാര്യമായിട്ട് ഉപയോഗിക്കുന്ന നമുക്ക് കാണാം. സമയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. ഒന്നാമതായിട്ട് നമുക്കൊന്ന് നോക്കാം, എന്താണ് ബൈ ഫെയ്ത്ത് വി ആർ ജസ്റ്റിഫൈഡ്, വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു, അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടായി. ഫോർ എവരി ബിലീവർ ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ദ പ്രിവിലേജസ്. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയതായ അനുഗ്രഹം. Through faith in Jesus Christ, we are justified before God, received a pardon from our sins. നാം പാപികളായിരുന്നു. We have now peace with God. നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, അവിടെ പൗലോസ് എഴുതുന്നത് we have peace with God. ദൈവത്തോട് സമാധാനമുണ്ട്. There is another terminology, we have peace of God. ദൈവത്തിന്റെ സമാധാനം എന്ന് പറയുന്ന ഒരു പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കും. ആ ദൈവത്തിന്റെ സമാധാനം നമ്മൾ തന്നു എന്ന് പൗലോസ് 2 സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പി ലേഖനം 4:9 കൊലോസ്യ ലേഖനം 3:15 ദൈവത്തിന്റെ സമാധാനം നമ്മൾക്ക് തന്നതായി നാം വായിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ ഞാൻ പറഞ്ഞ വാക്യം 3:15 ക്രിസ്തുവിന്റെ സമാധാനം എന്നാണ് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ദ പീസ് ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിന്റെ സമാധാനം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തുവാകട്ടെ, എന്നാൽ ഈ പീസ് ഓഫ് ഗോഡ് അല്ല ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തോടുള്ള സമാധാനം, ദൈവത്തിന്റെ ഭവനം വിട്ടു പോയ നമ്മൾക്ക് ആ ഭവനത്തിലേക്ക് തിരിച്ചു വരുവാൻ, അവനുമായി സമാധാനം ഉണ്ടാകുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ആ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാൻ നമുക്കിടയായി എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹാധന്യമായ കാര്യം. Often we are troubled that if God has really pardoned all our sin, അമ്മുടിയനായ പുത്രൻ അങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കും. എന്റെ പിതാവ് എന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുവാൻ പറയുന്നുണ്ട്. നിന്റെ ഒരു ദാസനെ പോലെ എന്നെ കണക്കാക്കിയാൽ മതി, നിന്റെ പുത്രൻ എന്ന് വിളിക്കുവാൻ യോഗ്യനല്ല. ആ അവസ്ഥയിൽ നമുക്ക് പലപ്പോഴുമായി തീരുവാൻ സാധിക്കും. Is there anything more that I need to do in order that my sins will be forgiven? പൗലോസ് പറയുന്നത് അങ്ങനെയല്ല. ഒരിക്കൽ നാം കർത്താവിൽ വിശ്വസിച്ചു, നമ്മുടെ ഹൃദയം അവന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, the moment we accept Jesus Christ, that we have become a new creation. The old has passed away, everything has become new. Satan has no more power. Satan has no more control over us. സാത്താന് നമ്മളോട് ഒരു അധികാരമില്ലാതെ വിടുന്നു. ദൈവത്തിന്റെ പൈതലായി ജീവിക്കുവാനുള്ളതായ ആ ദൈവത്തോടുള്ള സമാധാനം നമുക്ക് നമ്മുടെ കർത്താവിൽ കൂടെ നമുക്ക് ലഭിക്കുവാനിടയായി തീരും. പൗലോസ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ത്രൂ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സകലതും നമ്മുടെ കർത്താവിൽ കൂടെ മാത്രമാണ്. അത് പല വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ we have received eternal life through Jesus Christ. 6:23 വായിക്കുമ്പോൾ same thing നമുക്ക് കാണാം, we have received eternal life through Jesus Christ. 7-ാമത്തെ 25-ാം വാക്യത്തിൽ we also see the same thing, we are delivered from this body of death through our Lord Jesus Christ. 8-ാമത്തെ 39-ാം വാക്യത്തിൽ വീണ്ടും ആവർത്തിച്ച് പൗലോസ് പറയുന്നത്, there is no separation from our God because of the love of Jesus Christ in our life. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ദൈവത്തോട് സമാധാനം നൽകി തരുവാൻ
ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നി. അതെങ്ങനെയാണ്? ആ ദൈവത്തിന്റെ കൃപയാലാണ്. Now we are a new creation. The old has passed away. In Christ, it has all fully taken place. There is nothing more anybody has to do. Everything has been done. Everything has been finished. Everything has been accomplished on our behalf. Now we are justified by faith. Nothing can separate us from this love that God has bestowed upon us. അതാണ് ഒന്നാമതായിട്ട് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ടായി. രണ്ടാമത്തെ വേദഭാഗം നാം കാണുന്നത് അവൻ മൂലം കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. We have access. Christ has provided an access by faith into his grace. അവന്റെ കൃപയിലേക്ക് ഉള്ള ഒരു പ്രവേശനം നമുക്ക് നൽകുന്നു. എന്താണ് ഈ ആക്സസ് എന്ന് പറയുന്നത്? It is the grace that God has shown made it all possible so that we can go into the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയവരാണ്. മുടിയനായ പുത്രനെ പോലെ അവന്റെ ഭവനം വിട്ടുപോയവരാണ്. ആ ഭവനത്തിലേക്കുള്ളതായ പ്രവേശനം നമുക്ക് നൽകി തരുവാൻ ദൈവം നമ്മളോട് പ്രസാദം തോന്നി. എങ്ങനെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി. We have been given the access to this grace by faith. വിശ്വാസത്താൽ. അത് maybe I can illustrate that through a little, not a story, an explanation, an illustration. Think about a palace. രാജാവ് താമസിക്കുന്ന ഒരു കൊട്ടാരം. ആ കൊട്ടാരം വലിയൊരു മതിൽക്കെട്ടുമായിട്ടുള്ള ഒരു കൊട്ടാരം. അതിന്റെ പുറത്ത് ആ സ്ട്രീറ്റിന്റെ ഒരു കോർണറിൽ ഇരുന്ന് ബെഗ് ചെയ്യുന്നതായ ഒരു ബെഗർ. അവൻ അവിടെ ഇരുന്നുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കടന്നു പോകുന്ന ആളുകളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിച്ച് ഭക്ഷിക്കുന്നതായ ഒരു മനുഷ്യൻ. ജീർണിച്ചതായ വസ്ത്രം, മുറിവുകളേറ്റതായ ശരീരങ്ങൾ, ഒന്നുമില്ലാത്തവനായി, കുളിക്കുവാൻ പോലും സ്ഥലമില്ലാത്തവനായി, ഏറ്റവും അഗോചരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ അതിന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. അവൻ കാണുന്ന എന്താണ്? ഓരോ ദിവസവും ആളുകള്, അനേകര്, വലിയ ആളുകൾ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കുതിരപ്പടയുമായി രഥങ്ങളുമായി ഓടി ഓടി വരുന്നു. അനേകർ ഓരോ ദിവസം വരുന്നു, അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. വളരെ സന്തോഷത്തോടെ അവർ വരികയും പോവുകയും ചെയ്യുന്നു. രാജാവ് അവരെ സ്വീകരിക്കുന്നു. ഈ മനുഷ്യനോ ആ കൊട്ടാരത്തിനടുത്തെങ്ങും കയറുവാൻ സാധിക്കാതെ പുറത്തിരിക്കുന്നു. എന്നാൽ think about one day a person came to this beggar. ആ ബെഗറിനോട് പറഞ്ഞു, I am going to dress you up today. I'm going to clean you up today. A good Samaritan came to him, washed him up and dressed all his wounds. പുതിയ ക്ലോത്ത് കൊടുത്തു. രാജാവിന്റെ സന്നിധിയിൽ പോകത്തക്കുള്ള രാജാവിൻ്റെതായിട്ടുള്ള വസ്ത്രം അവന് കൊടുത്തു. അവന് നന്നപോലെ സൂട്ടും ടൈയും ഒക്കെ കെട്ടി അവന് ശരിയാക്കി നല്ലൊരു ജെന്റിൽമാൻ ആക്കി തീർത്തു. എന്നിട്ട് അവനെയും കൊണ്ട് ആ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. ആ ആക്സസ് ആണ് നമുക്ക് ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്. നാം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പാപികളായി ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു ആക്സസ് തരുവാനായി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. അവൻ്റെതായിട്ടുള്ള മരണ മുഖാന്തരമായി അവൻ നമുക്ക് വേണ്ടി നീതിൻ വസ്ത്രം നമ്മളെ ഉടുപ്പിക്കേണ്ടതിന് അവൻ പല പ്രാവശ്യം നഗ്നനായി തീർന്നു. നാം വായിക്കുന്നുണ്ടല്ലോ, പീലാത്തോസ് കർത്താവിനെ മരണത്തിന് ഏൽപ്പിച്ചു. പടയാളികൾ കയ്യേറി ശരീരം മുഴുവൻ ആളുകൾ അടിച്ചു കീറി. അവന്റെ വസ്ത്രം അഴിച്ചു മാറ്റി രക്താംബരം ധരിപ്പിച്ചു. അവനെ നഗ്നനാക്കി തീർത്തു. അതിനുശേഷമായി പടയാളികൾ അവന്റെ മുഖത്ത് തുപ്പി. അവന്റെ മുഖത്തെ രോമം പറിച്ചെടുത്തു. കണ്ണുകെട്ടി തലയിൽ മുൾക്കിരീടം വെച്ചു. കോല് വാങ്ങി തലയിൽ അഴിച്ചു മുൾക്കിരീടം തലയിൽ തറച്ചു കയറി. ഇതിനു ശേഷമായിട്ട് അവന്റെ രക്താംബരം മാറ്റി അവന് വീണ്ടും സ്വന്തം വസ്ത്രം മുടിപ്പിക്കുന്നതായി നാം വായിക്കുന്നു. അനേക പ്രാവശ്യം നമ്മുടെ കർത്താവ് നഗ്നനായി തീർന്നു. എന്തെന്ന് ചോദിച്ചാൽ, എന്റെ പാപത്തിന്റെ നഗ്നത മാറി എന്നെ നീതിയുടെ വസ്ത്രം ഉടിപ്പിക്കേണ്ടതിന് എന്റെ കർത്താവ് എനിക്ക് പകരം നഗ്നനായി തീർന്നു. എന്നെ രാജ്യവസ്ത്രം ധരിപ്പിക്കുവാൻ, എന്നെ ജസ്റ്റിഫൈ ചെയ്യുവാൻ, എന്നെ നീതീകരിക്കുവാനായി എന്റെ അരുമനാഥൻ എനിക്ക് പകരമായി നഗ്നനായി തീർന്നു എന്ന്. അതുകൊണ്ട്
ആ വിശ്വാസത്താൽ, ആ ധൈര്യത്തോടെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ജസ്റ്റിഫിക്കേഷൻ അല്ല, എൻ്റെ റൈറ്റ്യസ്നെസ് അല്ല ദൈവം കാണുന്നത്, എന്നെ നീതീകരിച്ചതായ കർത്താവിന്റെ നീതിയാണ് ദൈവം കാണുന്നത്. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് ഒരു കുറ്റവുമില്ലാത്തവനായി ഏത് സന്ദർഭത്തിലും കടന്നുവന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്തിന്റെ അവകാശം എനിക്ക് വേണ്ടി തന്ന് ആ ആക്സസ് ആ കൃപയാൽ ആ പ്രവേശനം ലഭിക്കുവാൻ ദൈവമായ കർത്താവ് എനിക്കിടയാക്കി. അതെത്ര മനോഹരമായ ഒരു കാര്യമാണ്. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഒരു രാജാവിന്റെ കുറിച്ചുള്ള രൂപമ കർത്താവ് പറയുന്നതായി നാം കാണുന്നുണ്ട്. രാജാവ് തന്റെ മകന്റെ വിവാഹത്തിന് വേണ്ടി ആളുകളെല്ലാം, അവിടെയുള്ള ധനിയന്മാരായി കുബേരന്മാരായ ആളുകളെല്ലാം ക്ഷണിച്ചു. അവരാരും കല്യാണത്തിന് വന്നില്ല. രാജാവ് വളരെ കോപിഷ്ഠനായി അവർ തന്റെ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ പോയി തെരുവിൽ കാണുന്ന go into the highways and the byways, find everyone that you can find and bring them in. അവരെ എല്ലാവരെയും കൊണ്ടുവന്ന് രാജവസ്ത്രം ധരിപ്പിച്ചു രാജാവിന്റെ സന്നിധിയിൽ അവരെ ആക്കി. അവര് രാജാവുമായി ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ രാജാവ് ഒന്ന് അവിടെ നടന്നു നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ ആ കൂണലിൽ ഇരിക്കുന്നു, അവന് രാജവസ്ത്രമില്ലാതെ ഇരിക്കുന്നു. രാജാവ് ചോദിച്ചു, എങ്ങനെയാണ് ഈ പുരുഷൻ ഇവിടെ കടന്നു വന്നത്? അവരോട് പറയുന്നത്, ഇവന് ഏറ്റവും പുറത്തുള്ള അന്ധകാരം നിറഞ്ഞ ഗുഹയിൽ കൊണ്ടിടുക എന്ന് പറഞ്ഞ് അവനെ മാറ്റിക്കളയുന്നതായി നാം വായിക്കുന്നു. എന്നാൽ ദൈവമായ കർത്താവ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, തന്റെ പുത്രനായ യേശുവിൽ കൂടി നമുക്ക് തന്ന ആക്സസ്, രാജവസ്ത്രം ധരിപ്പിച്ച്, നമ്മുടെ കർത്താവിന്റെ നീതിയാകുന്ന വസ്ത്രം ധരിപ്പിച്ച് നമ്മെ നീതിവാന്മാരാക്കി അവന്റെ സന്നിധിയിൽ നിർത്തുവാൻ നമ്മുടെ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നി. സോ ഒന്നാമതായിട്ട് God has given us a peace with God. ദൈവമായിട്ടുള്ള സമാധാനം തന്നു. രണ്ടാമതായിട്ട് He has given us an access. മൂന്നാമതായിട്ട് we see that we are standing because of that His love towards us, because of that grace, we are standing in His presence. ദൈവസന്നിധിയിൽ ആക്സസ് ലഭിച്ചു എന്ന് മാത്രമല്ല, ആ ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കുവാനും ദൈവമായ കർത്താവ് നമുക്ക് കൃപ തന്നു. അങ്ങനെയാണല്ലോ നാം അവിടെ വായിക്കുന്നത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. ഇംഗ്ലീഷ് അത് വായിക്കുമ്പോൾ in this grace in which we stand, നമുക്ക് നിൽക്കത്തക്കവണ്ണമുള്ളതായ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നമ്മളെ യോഗ്യരാക്കി തീർത്തതായ ഒരു സ്നേഹമാണ് ദൈവമായ കർത്താവ് തന്റെ പുത്രനായ യേശുവിൽ കൂടി നമുക്ക് നൽകി തന്നത്. We are standing. Christ has given us a standing before God, not in our own rights, not because we have done something, all because of the love that He has manifested through His Son, Jesus Christ. അവിടെ വായിക്കുമ്പോൾ നാം നിൽക്കുന്നു എന്നാണ് വായിക്കുന്നത്. Not we are falling on our face, or we are trying to hide in the presence of God. We are standing. We are standing, maybe in English they say we standing tall. ഒന്നും ഭയപ്പെടുവാനില്ലാതെ ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കുവാൻ ആ നീതിയും വസ്ത്രം ധരിച്ച് നമുക്ക് നിൽക്കുവാനുള്ള അവകാശം ദൈവം നൽകി തന്നു. Because when God sees us, He is not seeing me. He is seeing the garments of righteousness my Lord has put on me. He was made naked many times to clothe me in His righteousness. He was stripped of His clothes to dress me with a royal outfit. അതത്ര ഫിലിപ്പിലേഖത്തിൽ നാം വായിക്കുന്നത്. ദൈവത്തോടുള്ള സമർത്ഥം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. He did not consider equality with God something to be grasped. നമ്മളെ കരുതുകൊണ്ട് അവന്റെ സകല മഹിമകളെയും പിടിച്ച് നമ്മളെ ദൈവസന്നിധി നിർത്തുവാനും നമ്മളെ യോഗ്യമുള്ളവരാക്കി തീർത്ത സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ ലീഗൽ ടേം. ഒരു കോർട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. In Greek, that word is used, the word used is histemi എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിന്റെ ശരിയായ അർത്ഥം ഇങ്ങനെയാണ്:
to stand firm in the consciousness of acquittal and final approval. നമ്മളെ അക്വിറ്റ് ചെയ്ത്, നമ്മൾ വിമോചനായി, നമ്മൾ കുറ്റമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് കോൺഷ്യസ്നസ് നമുക്ക് ധൈര്യം തന്ന്, and declared the final judgment, the final approval from the Almighty God that I have set him free of all the sins, I have pardoned him. അങ്ങനെ നമ്മളെ അക്വിറ്റ് ചെയ്ത് നമ്മളെ പൂർണ്ണമായി ഒരു വിശുദ്ധീകരണത്തിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായ ഒരു പദപ്രയോഗമാണ് പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. He has acquitted us completely before the Father. The Father has now pronounced his final approval. I am justified in his right, in his sight, I am counted righteousness. അതത്രേ റോമാലേഖനം 8-ാം അധ്യായത്തിൽ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചതുപോലെ നമുക്ക് വേണ്ടി ഒരു പരിശുദ്ധാത്മാവ്, the Holy Spirit himself bears witness for us with our spirit that we are the children of God. നമ്മളോടുകൂടെ ചേർന്ന് നിന്ന് നമുക്ക് വേണ്ടി വിറ്റ്നസ്സായി, സാക്ഷിയായി നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നാം ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. കർത്താവിന്റെ സ്നേഹം നമ്മോട് കൂടെയുണ്ട്, അവന്റെ കൃപയുണ്ട്, ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. ആ ധൈര്യത്തോടുകൂടി ഏത് സന്ദർഭത്തിലും, ഏത് ആവശ്യത്തിനും, ഏത് സമയത്തും ആ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുവാനുള്ളതായ അധികാരവും അവകാശവും ആ ദൈവം നമുക്ക് നൽകുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ നമുക്ക് സ്മരിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ദൈവജനമേ, നമ്മുടെ കർത്താവ് കാൽവരിയിൽ കാണിച്ച മഹാസ്നേഹം അതത്ര വലുത്. അതിന്റെ സാക്ഷികളായി തീരുവാൻ ദൈവം തന്നതായ ആ വലിയ കൃപ അതത്ര വലുത്. നമ്മളൊന്നും ചെയ്യാതെ ജസ്റ്റ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ മാത്രം ആ കൃപയാൽ ദൈവസന്നിധിയിലേക്കുള്ള ആക്സസ് തന്നു, ദൈവസന്നിധിയിൽ നിൽപ്പാനുള്ള കൃപ തന്നു, ദൈവത്തോടുള്ള സമാധാനം നമ്മൾക്ക് നൽകുന്നു. നാലാമതായ ഒരു കാര്യം ഇവിടെ പറയുന്നത്, we rejoice in the hope of the glory of God. We rejoice in hope of the glory of God. നാം എന്ത് ചെയ്യുന്നു? നാം ദൈവ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ പ്രശംസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രശംസിക്കുക എന്ന് പറയുന്ന വാക്ക് ബോസ്റ്റിംഗ് എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ, ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. In Greek, the same word is used many times in terms of boasting. അതത്രേ 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ, he has something to boast but not before God. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അവന് പ്രശംസിപ്പാൻ വേഗമുണ്ടായിരിക്കാം, എന്നാൽ ദൈവസന്നിധിയിൽ അല്ല എന്ന് പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നു. അതിന്റെ കാരണം അതിന്റെ 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, it is that faith was accounted to Abraham for his righteousness. വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടതെന്ന് നാം അവിടെ വായിക്കുന്നു. അതാണല്ലോ ഈ ദിവസങ്ങളുടെ എബ്രായ ലേഖനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരു അബ്രഹാം, അത് അബ്രഹാമിനും അവന്റെ കൂടെയുള്ള ഇസ്രായേൽ ജനത്തിനും ബോസ്റ്റ് ചെയ്യുവാനായിട്ട് അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നത് ആ ബോസ്റ്റിംഗ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് വി ആർ റിജോയ്സിങ്. നമുക്ക് പ്രശംസിക്കുവാൻ അവകാശമുണ്ടെന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ ഇറ്റ് ഈസ് മോർ ലൈക്ക് റിജോയ്സിങ്. നാം എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു, ആഹ്ലാദപ്പെടുന്നു. നമ്മുടെ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ട്. എന്തുകൊണ്ട്? വി ആർ സ്റ്റാൻഡിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ആ ദൈവ തേജസ് ലഭിക്കും എന്നുള്ളതായ ആഗ്രഹത്തോടെ, ആ ദൈവത്തിന്റെ തേജസ്സിൽ നാം അവനെ കാണും ഒരു ദിവസം എന്നുള്ള ആഗ്രഹത്തോടെ അവന്റെ സന്നിധിയിൽ നിൽക്കുന്നത് കൊണ്ട് അതിൽ നമ്മൾ പ്രശംസിക്കുന്നു. അത് നമ്മുടെ പ്രത്യാശയാണ്. നാം അതിൽ സന്തോഷിക്കുന്നു. ഇതത്രേ പൗലോസിന് നമ്മളോട് പറയുവാനുള്ളത്. ഇവിടെ പൗലോസ് ആ വാക്യത്തിൽ പറയുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷിൽ അത് വായിക്കുന്നത് we rejoice in hope of the glory of God. It is a hope. പലപ്പോഴും ഹോപ്പ് എന്ന് പറയുന്ന വാക്ക് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരു വാക്കാണ്. കാരണം ഹോപ്പ് എന്ന് പറയുന്നത് sometimes is called wishful thinking. നമ്മൾ we are hoping that
tomorrow it will not rain, or day after tomorrow it's going to rain. ഒരു മഴ പെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ഹോപ്പ് ചെയ്യാറുണ്ട്. നമുക്കൊരു ആവശ്യമുണ്ടായിരിക്കാം. Maybe there is a wedding or there is a picnic. We want there is no rain. That is our hope. But it's just a wishful thinking. ഇങ്ങനെയുള്ള ഒരു ഹോപ്പ് അല്ല പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. This hope is something concrete. We can put our hands on it. We can rely on it. We can bank on it. We can take account of it, completely possess it. ആ ഒരു ഹോപ്പാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. This hope is that we are partakers of that glory. This is the hope that we are partakers of. Today, we may not see it as it is that we may want to see it, but one day it is going to be fully experienced and it will be materialized in our life. അതത്രേ പൗലോസ് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. Maybe I can explain it in a different way by maybe an illustration too. So this is the month of November now. Next month is December. December, the big event is the Christmas. We all buy Christmas gifts to people. And our children and their grandchildren, we all buy nice gifts. And they are all waiting for this. A whole year waiting on it. And they are anxiously waiting. Our papa or grandpa will give us something. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. 8 വയസ്സുള്ള ഒരു കുഞ്ഞ്. അവന് റൂമിൽ കടന്ന് ഇങ്ങനെ ഉറങ്ങുവാനായി കടന്നു പോകുമ്പോൾ he saw a light coming in. അത് അവന്റെ ഫാദറിന്റെ കാറാണ്. കാറ് വരുന്നത് അവൻ കണ്ടു. അകത്തു നിന്ന് എഴുന്നേറ്റ് ആ കാറിനകത്ത് എന്താണ് സംഭവിക്കുന്നത് അവൻ പുറത്തേക്ക് നോക്കിയപ്പോൾ പിതാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു വലിയ ഒരു കെട്ടുമായി കാറിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അവൻ നോക്കിയപ്പോൾ ഒരു വലിയൊരു സംഗതിയാണത്. അതിന് 2 വീലുപോലുള്ളൊരു സംഗതികളൊക്കെ ഉണ്ട്. എന്താണ് സൂക്ഷ്മമായിട്ട് അറിഞ്ഞുകൂടാ. അവന് എന്താവട്ടെ, അവൻ പോയി കിടന്നുറങ്ങി. ആ ഫാദർ അത് കൊണ്ടുപോയി സ്റ്റോർ റൂമിൽ വെച്ചു. അടുത്ത ദിവസം രാവിലെ അവര് 2 പേരും കൂടെ അവര് ഫാമിലി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് ഇരുന്ന സന്ദർഭത്തിൽ ഫാദർ മകനോട് ചോദിച്ചു, മോനെ, ഈ ക്രിസ്മസിന് നിനക്ക് എന്താണ് ആവശ്യം? നീ എന്തുദ്ദേശിക്കുന്നു? അവൻ പറഞ്ഞു, അപ്പാ, എൻ്റെ അടുത്തുള്ളതായ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ബൈസൈക്കിൾസ് ഉണ്ട്. എനിക്ക് ഇതുവരെയും ഒരു ബൈസൈക്കിൾ ഇല്ല. എനിക്കൊരു ബൈസൈക്കിൾ കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് ഹോപ്പുണ്ട് എന്നവനോട് പിതാവിനോട് പറഞ്ഞു എന്ന് വിചാരിക്കുക. ആ മകനത് പറയുമ്പോൾ അവന് നല്ല ഹൃദയത്തിൽ നല്ല ഉറപ്പുണ്ട്, എനിക്ക് വേണ്ടി എൻ്റെ പിതാവ് ആ കലവറയിൽ ഒരു ബൈസൈക്കിൾ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നാൽ ആ മകന് ആ ബൈസൈക്കിൾ പറയുമ്പോൾ കിട്ടിയിട്ടില്ല. എന്നാൽ അവന്റെ ഹോപ്പ് എന്താണെന്ന് അറിയാമോ? ആ ക്രിസ്മസ് ഡേ രാവിലെ തൻ്റെ അപ്പൻ അത് നല്ലപോലൊക്കെ ഒന്ന് പൊതിഞ്ഞ് റിബണൊക്കെ കെട്ടി നല്ല സുന്ദരനാക്കി അവനെ ആ പുത്രന്റെ കയ്യിലേക്ക് കൊടുക്കുമെന്നുള്ളത് ആ പുത്രന് ദൃഢമായ നിശ്ചയമുണ്ട്. അതുപോലെ തന്നെയാണ് പ്രിയ ദൈവജനമേ നമ്മുടെയും ഹോപ്പ്. ഇറ്റ് ഇസ് നോട്ട് എ വിഷ്ഫുൾ തിങ്കിങ്. നമ്മുടെ കർത്താവ് നമുക്ക് സമാധാനം തന്ന് ദൈവത്തോട് സമാധാനം തന്നുവെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള ആക്സസ് ഫ്രീ ആയിട്ട് നമുക്ക് തന്നുവെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ നമ്മളെ യോഗ്യരാക്കി തീർത്തുവെങ്കിൽ, ആ ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? തന്റെ പുത്രനായ യേശുവിന്റെ രൂപത്തോട് നമ്മെ സ്വരൂപരാക്കി തീർക്കണം. ആ കൺഫേം ടു ദി ഇമേജ് ഓഫ് അവർ സൺ, ആ ഗ്ലോറി നമ്മുടെ മുഖങ്ങളിൽ പതിപ്പിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവജനമേ, ഇതാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്വകരമായ അവസ്ഥകൾ. അതിനുവേണ്ടി ആഗ്രഹിക്കുക, അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിനെ കാഴ്ചയായി സമർപ്പിക്കുക. ഇതത്രേ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. What is this connection here? Since we have been justified by faith, we rejoice in the hope of the glory of God. We are only justified because we are in Christ Jesus. Not justified because of anything that we have done ourselves. We have nothing to boast about. The righteousness
that we received is not ours, but it is the righteousness of his Son, Jesus Christ. When God sees his Son, and when God sees us, he sees him through his Son. His righteousness is what he sees in me, not my own righteousness. എനിക്ക് സ്വന്തമായ ഒരു നീതിയില്ല, എൻ്റെ ദൈവത്തിന്റെ കർത്താവിന്റെ നീതിയാണ് എന്നിൽ കാണുന്നത്. ആ ധൈര്യത്തോടെയാണ് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി ഏത് സന്ദർഭത്തിലും എൻ്റെ ആവശ്യങ്ങളെ അറിയിക്കുവാൻ എനിക്ക് അനുവാദം തന്നിരിക്കുന്നത്. I am justified in the sight of God. The same way Jesus Christ is justified in the sight of God. This is why I rejoice. ഇതുകൊണ്ടത്രേ എനിക്ക് ജീവിതത്തിൽ ആനന്ദം. Because one day that hope of glory will be mine. It is promised. എനിക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തവൻ അവന് വിശ്വസ്തനാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവൻ ഇതുവരെ വാഗ്ദത്തം ചെയ്ത സകലതും അവൻ നിവർത്തിച്ചു എന്നുള്ളതാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടി സകലതും നമുക്ക് നൽകാതെ ഇരിക്കുമോ? നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹം ഒന്ന് മാത്രമായിരിക്കട്ടെ. പൗലോസ് ഇത് പറയുമ്പോൾ അവന് ഈ ഗ്ലോറി ഒന്ന് കാണുവാനായി അവസരം ലഭിച്ചതുകൊണ്ടാണ് ദമസ്കോസിന്റെ പടിവാതിക്കൽ ക്രിസ്തീയ ജനത്തെ പിടിച്ചു കെട്ടുവാനായി പോയപ്പോൾ ഒരു വലിയ വെളിച്ചം കണ്ട് അവന് വാഹനമുഖത്തു നിന്നും താഴെ പോയി. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നു എന്നുള്ളൊരു ശബ്ദം കേട്ടു. ശൗൽ ശൗൽ, why are you persecuting me? കർത്താവേ, നീ ആരാകുന്നു? നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. ആ പൗലോസിന് ആ തേജസ് കാണുവാൻ ഇടയായി. തന്നെയല്ല, 2 കൊരിന്ത്യർ 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവൻ മനുഷ്യർക്ക് ഉച്ചരിച്ചുകൂടാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകൾ അവിടെ പറയുന്നത് അവൻ കേട്ടു. He heard inexpressible words which is not lawful for a man to utter. അവന് ആഗ്രഹമുള്ള എന്തെന്ന് ചോദിച്ചാൽ, ഈ ലേഖനം എഴുതുമ്പോൾ ആ പൗലോസ് ആഗ്രഹിക്കുന്നെന്ന് ചോദിച്ചാൽ, അവന്റെ വായനക്കാരായി റോമയിൽ മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങൾ അതിനുശേഷം വായിക്കുന്ന ദൈവജനത്തോട് അവന്റെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ, ആ കണ്ട ഗ്ലോറി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ ഉള്ള താല്പര്യത്തോടെയാണ് അവനത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പൗലോസിന് മാത്രം ലഭിച്ചത് ഒരു സംഗതിയല്ല. മോശയെ കുറിച്ച് വായിക്കുമ്പോൾ മോശയ്ക്കും എക്സ്പീരിയൻസ് ഉണ്ടായി. അവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടി വന്ന് അവനോട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടി വന്ന് ദൈവത്തോട് പറഞ്ഞു, എനിക്ക് നിന്റെ മഹത്വം ഒന്ന് കാണണം. മോശെ, എന്റെ മഹത്വം നിനക്ക് കാണുവാൻ സാധിക്കില്ല, എന്നാൽ എന്റെ പുറഭാഗത്ത് സൗന്ദര്യം, ആ തേജസ് കടന്നു പോകുന്നത് ഞാൻ കാണിക്കാം. ശലോമോൻ ആ തേജസ് കണ്ടു. അവൻ ആലയം പണിതു. ദൈവത്തിന്റെ ഗ്ലോറി അവിടെ ഇറങ്ങി വന്നതായി നാം വായിക്കുന്നു. യെശയ്യാവ് ആ ഗ്ലോറി കണ്ടു. ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവനായവനെ കാണുവാൻ, സറാപ്പുകൾ പാടി സ്തുതിക്കുന്നത് കാണുവാൻ, സൈന്യങ്ങൾ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അർത്ഥസിക്കുന്ന ദൂതന്മാരുടെ പാട്ട് കേട്ടുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാൻ യെശയ്യാവിനിടയായി. പത്മോസ് ദ്വീപിൽ യോഹന്നാൻ ഏകനായി, നാടുകടത്തപ്പെട്ടവനായി, മരണത്തിന് വിധിക്കപ്പെട്ടവനായി, കർത്തൃ ദിവസത്തിൽ കർത്താവിനെ ആരാധിക്കുവാനായി മുഴങ്കാൽ മടക്കിയപ്പോൾ മാർത്തവൻക്ക് ചെട്ടിയവനായ ഒരുവനെ കാണുവാൻ നമ്മുടെ കർത്താവിന്റെ ദാസനായ യോഹന്നാൻ ഇവിടെയായി. അങ്ങനെ നമ്മുടെ മുമ്പിൽ കടന്നുപോയ അനേകർ ഈ തേജസ് കണ്ട്, ആ മഹത്വം കണ്ട് ദൈവത്തെ ആരാധിച്ചവരും സ്തുതിച്ചവരും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടവരുമാണ്. പ്രിയ ദൈവജനമേ, ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ കൃപയിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറിപ്പോകാനായിട്ട് സാധിക്കും? ഈ തേജസ് കാണുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഭാരങ്ങളോ പ്രയാസങ്ങളോ നിരാശകളോ പാപങ്ങളോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ആ ദൈവത്തോടുള്ള സമർത്ഥ്യം, ആ ദൈവത്തോടുള്ള സമാധാനം തിരിച്ചു ലഭിക്കുവാനായി നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. നമുക്കൊരു ആക്സസ് അവൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിൽക്കുവാനുള്ള അധികാരം തന്നിട്ടുണ്ട്. ആ തേജസ് പ്രാപിക്കുവാനുള്ള ദൈവകൃപയാൽ അവൻ നമ്മെ നിറച്ചിട്ടുണ്ട്. ആകയാൽ ധൈര്യപ്പെടാതെ ആ കൃപാസനത്തിലേക്ക് അടുത്തു വന്ന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുന്നുവെങ്കിൽ ദൈവമായ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ആ തേജസ് പ്രാപിക്കാനായി നമുക്കിടയായി തീരും. ഇതിൽ നമ്മെ പിന്തിരിപ്പിക്കുന്ന ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന്
ഈ രാത്രി ഒന്ന് നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്. ലോകത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, ഭാവസംബന്ധമായ പ്രവർത്തനങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇതിലെല്ലാം ഉപരിയായി നമ്മെ സ്നേഹിക്കുന്ന ഒരു പുത്രനായ യേശുവിന്റെ രക്തം, കാൽവരി ചൊരിഞ്ഞ രക്തം, ഏത് സന്ദർഭത്തിലും കൃപാസനത്തോളം അടുത്തു വന്ന് അവനെ ആരാധിക്കുവാൻ കഴുകൽ പ്രാപിപ്പാനുള്ളതായ രക്തം നമുക്കുള്ളതിനാൽ ആ ധൈര്യത്തോടെ അവന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് നമുക്കിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് ഒരു ചെറിയൊരു കഥ നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. This is taken from a story that was narrated by Dr. Ravi Zacharias. അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജസ് ലഭിച്ചതായ ഒരു സ്റ്റോറിയാണ്. I thought this may give us a little perspective. എങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ധൈര്യത്തെയും നമുക്ക് കാത്തു സൂക്ഷിക്കുവാനായിട്ട് എങ്ങനെ സാധിക്കും? പലപ്പോഴും അത് മറച്ചു വെക്കുന്നതായ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് maybe this story may not be directly connected with this, but it may give you some perspective how we can watch ourselves that we are not going away from ആ മുടിയനായ പുത്രനെ പോലെ ദൈവ സാന്നിധ്യം വിട്ടു പോകുവാനിടയാകാതെ, ആ മൂത്ത പുത്രനെ പോലെ ദൈവത്തിൻ്റെതായിട്ടുള്ളതായ പ്രിവിലേജസ് ലഭ്യമാകുവാനിടയാകാതെ നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. Maybe this story will give you a little perspective about this. He is talking about two travelers. ഒരു ധനികനായ മനുഷ്യൻ ഒരിക്കൽ തനിക്കുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും താൻ വിറ്റിട്ട് പണമാക്കി. തനിക്ക് 3-4 ബാഗുകളിൽ തന്റെ സാധനങ്ങളെല്ലാം ആക്കി. ഒരു കൊച്ചു ബാഗിനകത്ത് താൻ ആ പണത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം, he has gold coins, he has some jewelries, he has some pearls, very very precious stones. അതെല്ലാം കൂടി ഒരു ചെറിയ പേഴ്സിലാക്കി അവരുടെ കയ്യിലുണ്ട്. വേറെ 3-4 ബാഗുമായിട്ട് ഒരു കുതിരപ്പുറത്ത് ഒരു കഴുതപ്പുറത്ത് താൻ പോവുകയാണ്. ഒരു മോട്ടലിൽ ചെന്ന് താൻ താമസിച്ച് അടുത്ത പ്രഭാതത്തിൽ വീണ്ടും യാത്ര തുടങ്ങി ദൂരെയുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ആ പട്ടണത്തിലായിട്ടുള്ളതായ ബിസി ആയിട്ടുള്ള ലൈഫ് ഒന്നും വേണ്ട, കുറച്ച് ശാന്തമായി ജീവിക്കുവാനായിട്ടുള്ള തീരുമാനത്തോടെയാണ് തനിക്കുള്ളതെല്ലാം വിറ്റ് താൻ പോകുന്നത്. അങ്ങനെ പോയി അടുത്ത ദിവസം വേറൊരു മനുഷ്യൻ ഇദ്ദേഹത്തോട് കൂടി ചേർന്നു. He was actually a thief. So the rich man, he was also an intelligent man. He really got the sense, this is not a friend of mine. അവനുമായിട്ട് വളരെ സന്തോഷമായി സമാധാനം ഒരുമിച്ച് പോകാനുള്ളതായ കാര്യങ്ങളൊക്കെ ഒരുക്കി. But he realized this man is really a thief. അവരങ്ങനെ അടുത്ത ദിവസം രാത്രിയിൽ അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു ഒരു റൂമിൽ അവർക്ക് താമസിക്കാമെന്ന്. അങ്ങനെ ഒരു മോട്ടലിൽ ഒരു ഇന്നില് അവര് വീണ്ടും താമസമായി. ഈ ധനികനായ മനുഷ്യൻ അറിയാം ഇവന്റെ ഉദ്ദേശം ഇവന്റെ കയ്യിലുള്ളതായ പണസഞ്ചിയുമായി പോകണമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഈ കൂട്ടുകാരനോട് മറ്റു മനുഷ്യനോട് പറഞ്ഞു, കൂട്ടുകാരനല്ല മറ്റു മനുഷ്യനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ബാത്റൂമിൽ പോയി ആദ്യമേ എല്ലാം കുളിച്ച് റെഡിയാകുക, അത് കഴിഞ്ഞിട്ട് ഞാൻ പോകാം. അങ്ങനെ ആദ്യം ആ മനുഷ്യൻ പോയി. ഈ ധനികനായ മനുഷ്യൻ തന്റെ ബാഗുകളൊക്കെ ഇവിടെ ക്ലോസറ്റിൽ വെച്ചു. തന്റെ ആ ചെറിയ ബാഗ് അവൻ സൂക്ഷിച്ച് കൊടുത്ത് ഒതുക്കി വെച്ചു. He hid it in some place. ആ ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസമായി. ഇങ്ങനെ 3-4 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഈ ധനികനായ മനുഷ്യന് നല്ലവണ്ണം അറിയാം ഈ കള്ളൻ അവന്റെ ബാഗുകളൊക്കെ നോക്കുന്നുണ്ട്, എല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട്. But he was not able to find the little bag with all the jewelries. അങ്ങനെ ദിവസങ്ങൾ പലത് കഴിഞ്ഞു. ഒരു ദിവസം finally they decided to go apart. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് തീരുമാനിച്ചപ്പോൾ ആ ധനികനായ മനുഷ്യൻ ആ കള്ളനോട് ഇപ്രകാരം പറഞ്ഞു, നീ എൻ്റെ സാധനങ്ങളൊക്കെ തിരക്കിയെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. എന്നാൽ
നീ ഉദ്ദേശിക്കാത്ത ഒരു സ്ഥാനത്താണ് ആ സാധനം ഞാൻ വെച്ചിരുന്നത്. അതെവിടെയെന്ന് ചോദിച്ചാൽ, നീ കിടന്ന തലേണയുടെ കീഴിൽ തന്നെയാണ് എൻ്റെ ആ ബാഗ് ഞാൻ വെച്ചിരുന്നത്. നീ എൻ്റെ മറ്റുള്ള സകല സാധനങ്ങളും, എൻ്റെ കിടക്കയും എൻ്റെ തലേണയും എൻ്റെ ബാഗുകളും ഒക്കെ നീ തിരക്കി. എന്നാൽ നിന്റെ തലേണയുടെ കീഴെ തന്നെയാണ് ആ ബാഗ് ഇരുന്നത്. നീ അവിടെ നോക്കിയില്ല, നിനക്ക് അതുകൊണ്ട് കിട്ടിയില്ല. എനിക്ക് നിങ്ങളോട് പറയുവാൻ ഇതിൽ നിന്ന് ആഗ്രഹിച്ച കാര്യം, പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദൈവം നമ്മുടെ കരങ്ങളിൽ മഹത്തായ ഒരു കാര്യം തന്നിട്ടുണ്ട്. ഇത് പലപ്പോഴും പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയാതെ നാം അവിടെ ഇവിടെയൊക്കെയും തപ്പിത്തിറഞ്ഞ് നടക്കുന്ന അവസ്ഥകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതെല്ലാം മാറി ഈ ദിവസങ്ങളിൽ കർത്താവ് യഥാർത്ഥമായി നിന്നെക്കുറിച്ചുള്ള അറിവിന്റെ പരിജ്ഞാനത്തിലേക്ക്, എനിക്ക് നിന്നോട് സമാധാനമുണ്ടെന്നുള്ളതായ കൃപയിലേക്ക്, എനിക്ക് ആക്സസ് ഉണ്ടെന്നുള്ളതായ ആ സമാധാനത്തിലേക്ക് എന്നെ നടത്തുവാനായി, നിന്നെ കാണുവാനുള്ള ആഗ്രഹത്തോടെ ഓരോ ദിവസവും ജീവിപ്പാനായി എനിക്ക് ആവശ്യമായ നിധി നീ എൻ്റെ കരങ്ങൾ തന്നിരിക്കുന്നത്. ഓരോ ദിവസവും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും നിന്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുവാൻ കർത്താവെ നീ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമുക്കതിൽ പരം സന്തോഷമായ ജീവിതത്തിൽ നമുക്ക് വേറെ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കട്ടെ, ലോകത്തുള്ളതായ പ്രശ്നങ്ങൾ എന്തെല്ലാം ആയിത്തീരട്ടെ, നമുക്കതൊന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധ്യമല്ല. എന്നാൽ നമ്മളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ സാക്ഷികളായി നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് അവന് പ്രയോജനമുള്ളവരായി നിൽക്കുക, നമ്മളെ തന്നെ ജീവിതങ്ങളെ സൂക്ഷിക്കുക, അവന്റെ വരവുകൾക്ക് കാണപ്പെടുവാൻ, അവനെ പോലെ തന്നെ പ്രിയപുത്രനായ യേശുവിന്റെ ഒരു സ്വരൂപത്തോട് രൂപാന്തരം പ്രാപിച്ച് ഒരു ദിവസം ആ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുവാൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിന് വിശ്വസ്തനായിരുന്നു, അധികത്തിന് വിചാരനാകുക എന്നുള്ള ഇമ്പശബ്ദം കേൾക്കുവാനുള്ള ആഗ്രഹത്തോടെ ഓരോ ദിവസവും നമ്മുടെ ക്രിസ്തീയ ജീവിതം കഴിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പാപ്പയുടെ അടിയെയും അടിയുടെ കുടുംബത്തെയും ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.